കോളേജിൽ നിന്ന് വീക്കെൻഡ് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. അപ്പോഴാണ് എനിക്ക് പായസം കുടിക്കാൻ മോഹം. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് മേടിച്ചു. അങ്ങനെ പാല് ചൂടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അത് ഈസിയാണെന്ന് വിചാരിച്ചിട്ട് അതിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ പാലിച്ച് ഞാനിതാ പാലട പായസം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാൻ മേടിച്ചത് രണ്ട് കമ്പനിയുടെ അടപ്രഥമനാണ്. അപ്പോൾ ഒരെണ്ണത്തിന് വേവ് കൂടുതലും ഒരെണ്ണത്തിന് കുറവായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടു. ഈ ഇടയ്ക്ക് കാണുന്ന മുട്ട എന്ന് പറഞ്ഞാൽ രാത്രിത്തേക്കുള്ള മുട്ടക്കറിക്കുള്ള മുട്ടയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ് കുക്ക് ചെയ്യുന്നതിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം അത് ഒന്ന് നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ജീരകപ്പൊടി ഇട്ടു. നേരത്തെ പറഞ്ഞ നെയ്യിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യൊക്കെ ധാരാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. നെയ്യിൻ്റെയും പാലിൻ്റെയും ഉൽപ്പന്നങ്ങൾ മിക്കതും എനിക്കിഷ്ടമാണ്. ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു. അതൊന്ന് വഴറ്റാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രൗൺ കളറായിട്ട് വേണം ഇടാനെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ആർട്ടിസ്റ്റാണ്. നിസ കലാധരൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ ആർട്ട് ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്താൽ എൻ്റെ ആർട്ട് വർക്ക്സൊക്കെ കാണാൻ പറ്റും. പിന്നെ പൂരിയുടെ ഏരിയ അത് അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിങ്ങനെ കുഴക്കാനൊന്നും അറിയില്ല. ഞാൻ ആ സമയത്ത് കുറച്ച് പായസം കുടിച്ചേക്കാമെന്ന് കരുതി പായസം കുറച്ചെടുത്ത് കുടിച്ചു. പിന്നെ അച്ഛനും കൊണ്ട് കൊടുത്തു. അച്ഛനത് മേടിച്ചു. അച്ഛൻ പിന്നെ ഞാൻ എന്ത് കൊടുത്തായിരുന്നു അല്ല എന്നേ പറയത്തുള്ളൂ. ആ സമയത്ത് ഞാൻ മുട്ട പൊളിക്കാൻ തുടങ്ങി. മുട്ട പൊളിച്ചു. അത് മുട്ടക്കറിക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലാസൊക്കെ അമ്മയാട്ടോ ഇട്ട് തരുന്നത്. എനിക്ക് മസാലാസിനെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. മുളക്, മല്ലി, മഞ്ഞൾ അതൊക്കെ ഇടണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അല്ലാതെ വേറെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. അതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ അത് വഴറ്റണ സമയത്ത് അമ്മ പൂരി ഉണ്ടാക്കുകയാണ്. കറി ഓൾറെഡി റെഡിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അമ്മ പൂരി ഉണ്ടാക്കി. പൂരി ഉണ്ടായി വരുന്ന കാണാൻ, അതിങ്ങനെ വീർത്ത് വരുന്ന കാണാൻ നല്ല രസമാണ്. ഇനി തിന്നാനുള്ള ടൈമാണ്. ഒരു ബൈറ്റ് എടുത്ത് കടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മയുടെ പൂരിയും എല്ലാം അമ്മ തന്നെയാണ്. ഞാനാകെ മുട്ട പുഴുങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളാം.